ഡിയേഴ്സ്, +1 +2 ഇംഗ്ലീഷ് എക്സാമിന് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. എന്താണല്ലേ? യെസ്, നമ്മൾ എഴുതാൻ പോകുന്നത് നമ്മുടെ മോഡൽ എക്സാം അല്ലെ. അപ്പൊ പബ്ലിക് എക്സാമിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ആ കാര്യങ്ങളെല്ലാം നമ്മൾ മോഡൽ എക്സാമിന് പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇതെല്ലാം ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് പബ്ലിക് എക്സാമിനായിരിക്കും. സോ നല്ല പണി കിട്ടും എന്നുള്ളതാണ്. യെസ്, പിന്നീട് നമുക്ക് വീണ്ടും അല്ലെ മാർക്ക് സ്കോർ ചെയ്യാനോ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെന്റ് ചെയ്തിട്ട് ഇപ്പോ നിങ്ങളിപ്പോ സ്വാഭാവികമായിട്ടും ക്രിസ്മസ് എക്സാമിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് മോഡൽ എക്സാമിന് പരിഹരിക്കാം. അതേപോലെ തന്നെ ഓണം എക്സാമിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്രിസ്മസ് എക്സാമിന് നമുക്ക് സോൾവ് ചെയ്യാം അല്ലെ. അപ്പൊ ഇങ്ങനെ നമുക്ക് അവസരങ്ങളുണ്ട്. പക്ഷെ പബ്ലിക് എക്സാമിനാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും അല്ലെ യെസ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും പാളിച്ചകൾ സംഭവിച്ചാൽ പിന്നെ നിങ്ങൾക്ക് തിരുത്താൻ കുറച്ച് പാടാം അല്ലെ. പിന്നെ നമ്മൾ വീണ്ടും അടുത്തൊരു അറ്റംപ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ പോകേണ്ടി വരും. സോ ബിഫോർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് തന്നെ ഈ മോഡൽ എക്സാമിന് എല്ലാ കാര്യങ്ങളും നമ്മൾ പാലിക്കുക എന്നതാണ്. സോ ഇംഗ്ലീഷ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടൈം മാനേജ്മെന്റ് അല്ലെ. യെസ്, നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ചാപ്റ്റേഴ്സും അറിയാൻ മതിയാവും. എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് അറിയാം. എന്തൊക്കെയാണ് ഓരോ ചാപ്റ്ററിന്റെ സമറി, തീം, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതേപോലെ തന്നെ ഗ്രാമർ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ദെൻ ഫോമാറ്റ്സ് നിങ്ങൾക്കറിയാം. പിന്നെ എവിടെയാണ് നമുക്ക് പ്രശ്നങ്ങൾ പറ്റുന്നത്? എന്തുകൊണ്ടാണ് മിക്ക കുട്ടികൾക്കും അല്ലെ മീൻസ് മെജോറിറ്റി കുട്ടികൾ തന്നെ എന്താണ് ഇംഗ്ലീഷിലാണ് അവർക്ക് A+ പോകുന്നത് അല്ലെങ്കിൽ ഫുൾ മാർക്കൊക്കെ നഷ്ടപ്പെടുന്നത് ഇംഗ്ലീഷിലാണ്. അപ്പോൾ എന്താണ് പ്രശ്നം പിന്നെ? യെസ്, അവിടെയാണ് നമ്മൾ എത്രത്തോളമാണ് നല്ല രീതിയിൽ നമ്മുടെ ടൈം നമ്മൾ മാനേജ് ചെയ്യുന്നത് എന്നുള്ളതിന് അനുസരിച്ചിരിക്കും എന്നുള്ള. ഓക്കെ, യെസ്. സോ കൃത്യമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന സമയത്ത് എത്രത്തോളം നമുക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസിനനുസരിച്ചിട്ട് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിനനുസരിച്ച് നമ്മൾ എത്രത്തോളം അല്ലെ എഴുതേണ്ടി എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് നല്ല ധാരണ വേണം. ആ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയാൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇംഗ്ലീഷിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാർക്കിലേക്ക് എത്താൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ള. സോ ശ്രദ്ധിച്ചോ, നമ്മൾ ഈ വീഡിയോയിൽ മക്കളെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓരോ മാർക്കിനും എത്രത്തോളമാണ് എഴുതേണ്ടത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ ടൈം മാനേജ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ള. ഓക്കെ, സോ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം പാലിച്ചിട്ട് തന്നെ വേണം നാളത്തെ മോഡൽ എക്സാമിന് നിങ്ങൾ എഴുതേണ്ടത് എന്നുള്ള. സോ ഇതൊക്കെ നിങ്ങൾ പാലിച്ചുകൊണ്ട് എഴുതിയിട്ട് നിങ്ങൾക്കൊന്ന് നോക്കാം എത്രത്തോളം എനിക്ക് പറ്റുന്നുണ്ട്. ആ ഒരു സമയം തന്നിരിക്കുന്ന ആ സമയം ഇത്രയും ക്വസ്റ്റ്യൻസ് എനിക്ക് ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ, നന്നായിട്ട് എനിക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അല്ലാതെ എല്ലാ കോണ്ടന്റ് മൊത്തം നമ്മൾ ഇങ്ങോട്ട് പഠിച്ചിട്ട് ടൈമൊക്കെ എക്സാം ഹോളിൽ നിന്ന് അങ്ങോട്ട് മാനേജ് ചെയ്യാം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നമുക്ക് അവസാനത്തെ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അവസാനത്തെ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ നമുക്ക് മിസ്സാവും. സോ ആ അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് മിസ്സായാൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമുക്ക് A+ലേക്കൊന്നും എത്താൻ പറ്റില്ല. നമ്മൾ ബഹുദൂരം അല്ലെ പിന്നിലായി പോവും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ മാർക്കിൽ നിന്ന് എന്നുള്ള. സോ കൃത്യമായിട്ട് നാളെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കാര്യങ്ങളൊക്കെ സെറ്റാക്കി എക്സാം ഹാളിൽ നിന്ന് എക്സാം എഴുതുക. ഓക്കെ, സോ 1 മാർക്കിൽ നമ്മൾ എത്രയാണ് എഴുതേണ്ടത്? 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാം. അപ്പൊ ചിലത് എന്തായിരിക്കും? ഒരു സെന്റൻസിലായിരിക്കും നമ്മൾ ആൻസർ എഴുതേണ്ടത്. ചിലത് ജസ്റ്റ് എന്താണോ അല്ലെ അതിന്റെ ആൻസർ, അപ്പൊ 1 വേർഡിൽ നമ്മൾ എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ 1 മാർക്കിന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 1 വേർഡ് അല്ലെങ്കിൽ 1 സെന്റൻസിൽ നിങ്ങൾ ആൻസർ എഴുതി നിർത്തുക. ഒരുപാട് വലിച്ചു വാരി നീട്ടിയാൽ നിങ്ങൾക്ക് അത്രയും എഴുതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് മാർക്ക് കിട്ടാനൊന്നും പോകുന്നില്ല. ഓക്കെ, യെസ്, അപ്പൊ നമ്മുടെ സമയം പോവും ചെയ്യും അങ്ങനെ എഴുതിയാൽ. ഓക്കെ, സോ 1 മാർക്കിന് 1 വേർഡ് ഓ 1 സെന്റൻസ്. രണ്ടാമത് അല്ലെ 2 മാർക്സിന് എത്ര നിങ്ങൾ എഴുതേണ്ടത്? 2 സെന്റൻസ് ആണ് ശരിക്കും നമ്മൾ എഴുതേണ്ടത് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, 2 സെന്റൻസിൽ നമ്മൾ എന്ത് ചെയ്യുക? 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ നിർത്താം. ദെൻ 4 മാർക്സ് ആണെങ്കിലോ 4 മാർക്കിന്റെ ചോദ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. 80 to 100 വേർഡ്സ് ആണ് നമ്മൾ എഴുതേണ്ടത്. സോ ഇനിയിപ്പോ എക്സാം ഹാളിൽ പോയിട്ട് നാളെ 1 2 3 4 5 6 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇങ്ങനെ എണ്ണിയൊന്നും ഇരിക്കരുത്. അത് നിങ്ങളുടെ ടൈം എന്ത് ചെയ്യും? പോക്കും. അപ്പൊ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഒരു ഹാൻഡ് റൈറ്റിംഗ് എത്ര ഉണ്ടാവും അല്ലെ, നിങ്ങളുടെ ഒരു ഹാൻഡ് റൈറ്റിങ്ങിന്റെ ഒരു സൈസ് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് നല്ല
ധാരണ ഉണ്ടാവും. ചെറിയ ആൾക്കാർ, ചില കുട്ടികളൊക്കെ ഭയങ്കര സ്മോൾ സൈസിലായിരിക്കും എഴുതുക. അപ്പൊ അവർക്ക് ഒരുപാട് സ്പേസ് വേണമെന്നുണ്ടാവില്ല. അതേപോലെ തന്നെ ചില ആൾക്കാർ ഭയങ്കര സ്പേസ് വിട്ടിട്ട് വലിയതാക്കിയിട്ട് എഴുതുന്ന കുട്ടികളുണ്ടാവും. ഓക്കെ, അപ്പൊ എന്താണോ നിങ്ങളുടെ ആ ഒരു എന്താണ് അല്ലെ ഹാൻഡ് റൈറ്റിംഗിന്റെ സൈസ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഉദ്ദേശിച്ചത് 80 to 100 വേർഡ്സ് വേണം എങ്ങനെ ആയാലും എന്നുള്ള കേട്ടോ. കാരണം അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പേജിന്റെ കണക്കാ പറയാ. പേജിന്റെ കണക്ക് പറയുമ്പോൾ ഈ ഹാൻഡ് റൈറ്റിംഗിന്റെ സൈസിൽ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, അത് പ്രശ്നമാവും അല്ലെ. ഓക്കെ, അപ്പോൾ 80 to 100 വേർഡ്സ് എന്നൊക്കെ പറയുമ്പോൾ 4 മാർക്കിന് ഏകദേശം ഇതൊരു പേജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഒരു 3/4 ഭാഗം എഴുതാം എന്നുള്ളതാണ്. ഓക്കെ, 4 മാർക്കിനാണെന്നുണ്ടെങ്കിൽ. ഇനി 5 or 6 മാർക്സ് ആണെങ്കിലോ, 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്, 6 മാർക്സ് ഉണ്ടാവാറുണ്ട് അല്ലെ. ഇതിൽ ഏതാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 100 to 120 വേർഡ്സ് ഇതുവരെയാണ് ഇതിന്റെ ഉള്ളിലായിട്ടാണ് നമുക്ക് ആൻസേഴ്സ് വേണ്ടത് എന്നുള്ള. ഓക്കെ, അപ്പൊ അത്ര ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 5 or 6 മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇനിയിപ്പോ ഒരു പേജിന്റെ കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഹാൻഡ് റൈറ്റിംഗ് ആണ് ആ കുട്ടിക്ക് എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യാം, 5 മാർക്സ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം കംപ്ലീറ്റ് എഴുതിയാൽ മതിയാവും എന്നുള്ളതാണ്. ഓക്കെ, ഇനി അഥവാ നിർത്താൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് 5 മാർക്സ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം തന്നെ മതി എന്നുള്ള ശരിക്കും കേട്ടോ. ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് എഴുതാം 5 മാർക്സിന്. ഇനിയിപ്പോ 6 മാർക്സ് ആണെന്നുണ്ടെങ്കിലോ ഇവിടെ എഴുതാം, ഇവിടെയും കുറച്ചും കൂടി എഴുതാം. ഓക്കെ, ഇത്രയൊക്കെ മതി ഏകദേശം 6 മാർക്സിന്. അതായത് 100 to 120 വേർഡ്സ് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ നോക്കുക. ഇനി ഏകദേശം ഇപ്പോൾ 6 മാർക്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു 3 പാരഗ്രാഫ് എഴുതാൻ വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. 3 പാരഗ്രാഫ് ആകുമ്പോൾ ഒരു പാരഗ്രാഫിൽ, ഓരോ പാരഗ്രാഫിലും നല്ല അടിപൊളിയായിട്ടുള്ള വേർഡ്സുകൾ ഉണ്ട്, പോയിന്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ 6 മാർക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് 7 or 8 മാർക്സിന്റെ ചോദ്യങ്ങൾ വന്നാൽ എത്ര നമുക്ക് എഴുതണം അല്ലെ, 120 to 150 വേർഡ്സ് ആണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, 120 മുതൽ 150 വേർഡ്സ് വരെയാണ് നമുക്ക് ആൻസർ ആയിട്ട് വേണ്ടത് എന്നുള്ള. ഓക്കെ, അതായത് പേജിന് കണക്ക് ഏകദേശം പറയാന്നുണ്ടെങ്കിൽ 7 മാർക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 2 ഭാഗം. ഓക്കെ, 2 ഭാഗം എഴുതിയാൽ തന്നെ നമുക്ക് 7 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി 8 മാർക്സിന് ശരിക്കും ഏകദേശം അത്ര മതി. അതിന്റെ ശരിയായിട്ടുള്ളൊരു കണക്ക് അത്രയാണ്, 2 പേജ് എന്നുള്ള രീതിയിൽ. പക്ഷെ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ കുറച്ചും കൂടി ഡിഫറൻസ് ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് പോയിന്റ്സ് വളരെ നല്ല രീതിയിൽ തന്നെ പോയിന്റ്സ് ചിലപ്പോൾ കൊണ്ടുവരാനൊന്നും പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കേസിലാണെന്നുണ്ടെങ്കിൽ ഇത്ര വരെ. ഓക്കെ, ഇത് വേണം, ഇത് വേണം, ദെൻ ഇത്ര മതി. ഓക്കെ, ഒരു 2.5 പേജ് എന്നുള്ള ലെവലാണ് 8 മാർക്സ് നമ്മൾ പറയാം. 7 മാർക്സ് എന്നാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 2 ഭാഗം എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ചില കുട്ടികൾ 8 മാർക്സിനൊക്കെ ഒരുപാട് പേജ് പിന്നെയും വലിച്ചു വാരി എഴുതും. അപ്പൊ അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഈ കണക്കിൽ തന്നെ വേണം നിങ്ങൾ എഴുതാൻ. 2.5 പേജ് 8 മാർക്കിന്റെ എല്ലാത്തിനും ഏകദേശം ഒരു 2.5 പേജ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക എന്നുള്ളതാണ് കേട്ടോ. ആ 2.5 പേജിൽ കൂടണ്ട. ഓക്കെ, യെസ്. നെക്സ്റ്റ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു കണക്ക് കിട്ടി, എത്രത്തോളമാണ് എഴുതേണ്ടത്, ഓരോ മാർക്കിനും ഓരോ അല്ലെ ഈ ലെവലിലുള്ള ക്വസ്റ്റ്യൻസിന് എത്രത്തോളം എഴുതണം എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. ഇനി എങ്ങനെയൊക്കെ പക്ഷേ ടൈം നമ്മൾ മാനേജ് ചെയ്യാം, അതും കൂടി നമ്മൾ അറിയണമല്ലോ അല്ലെ. ഏകദേശം നമുക്ക് തന്നിരിക്കുന്ന സമയം നമ്മൾ എങ്ങനെ അടിപൊളിയായിട്ട് നമ്മൾ മാനേജ് ചെയ്യുന്നില്ല. സോ ശ്രദ്ധിക്കുക, ഫസ്റ്റത്തെ ആദ്യത്തെ 50 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തിനുള്ള മക്കളെ, കൂൾ ഓഫ് ടൈം അല്ലെ. നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് വായിക്കുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, നന്നായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് വായിക്കുക. പിന്നെ എന്ത് ചെയ്യുക, പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് റീഡിങ് സെക്ഷനുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് റീഡിങ് സെക്ഷൻ ഉണ്ടാവാം, നമുക്ക് പാരഗ്രാഫ് തരും, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പോം തരും, അതിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ റീഡിങ് സെക്ഷൻ എന്ത് ചെയ്യുക, ആദ്യത്തെ 15 മിനിറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യുക, ആ ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ 1.5 മണിക്കൂർ വരെ അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റൈറ്റിംഗ് സെക്ഷനുകൾ ഉണ്ടാവും, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, റൈറ്റിംഗ് സെക്ഷന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ഒരു ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിയുന്നതോട് കൂടിയിട്ട് തന്നെ നമ്മൾ എഴുതി തീർക്കുക എന്നുള്ള. പിന്നെ ആ 1:30 മുതൽ 1:40 വരെയുള്ള ഒരു 10 മിനിറ്റ് ഉണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാമർ എഴുതാം. ഓക്കെ, ഗ്രാമർ സെക്ഷൻ ആ സമയത്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ദെൻ അത് കഴിഞ്ഞിട്ടോ ഏകദേശം എന്തായാലും ഈ ഒരു സമയം കൊണ്ട് ഇപ്പൊ ഒരു 1:40 ആകുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയോ, ഇല്ല, നിങ്ങൾക്ക് കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും അല്ലെ, ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിനെന്ത് ചെയ്യണം, റൈറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് നമ്മൾ എഴുതണം. ഒന്നുപോലെ നമ്മൾ വിടരുത് കേട്ടോ. ഇംഗ്ലീഷിന് ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സോ ആ ഒരു 1:40 മുതൽ 2:15 വരെയുള്ള ഈ ഒരു സമയം ഇതെന്തിനാന്ന് വെച്ചാൽ എവിടേക്കാണ് വിട്ടുപോയത്, ഏതൊക്കെ ചോദ്യങ്ങളെ കിട്ടാത്ത, അതിനൊക്കെ ആൻസേഴ്സ് എഴുതാനുള്ള ഒരു സമയമായിട്ട് നിങ്ങൾ അതിനെ എടുക്കുക എന്നുള്ള കേട്ടോ. കംപ്ലീറ്റ് ദ അൺഫിനിഷ്ഡ്, പൂർത്തിയാക്കാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ 2.5 മണിക്കൂറാണ് നമുക്ക് സമയം. അപ്പോൾ 2:15 കൂടിയിട്ട് ഈ എഴുതുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, നമ്മൾ കംപ്ലീറ്റ് ആവും. പിന്നെ നമ്മുടെ കയ്യിൽ 15 മിനിറ്റ് ബാക്കിയുണ്ട്. ആ 15 മിനിറ്റ് എന്തിനുള്ളതെന്ന് വെച്ചാൽ ചെക്ക് ചെയ്യാനാണ് കേട്ടോ. എന്തൊക്കെ ചെക്ക് ചെയ്യണം നമ്മൾ അവസാനം, പല കുട്ടികളായിരുത്തും നമ്മളിപ്പോൾ ആൻസർ ഒക്കെ വാല്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്നൊരു പ്രശ്നമാണ്,
കുട്ടികൾ എന്ത് ചെയ്യും, നന്നായിട്ട് തന്നെ ആൻസർ ഒക്കെ എഴുതിയിട്ടുണ്ടാവും, പക്ഷെ ചോദ്യത്തിന്റെ നമ്പർ മാറിയിട്ടുണ്ടാവും. കഷ്ടപ്പെട്ട് 2.5 പേജൊക്കെ എഴുതിയിട്ട് ക്വസ്റ്റ്യന്റെ നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മാർക്ക് കിട്ടുമോ? ഇല്ല അല്ലെ, നമ്മുടെ സമയം പോവും. ചിലപ്പോൾ മറ്റൊരു ക്വസ്റ്റ്യന്റെ നമ്പറും കൂടി ചിലപ്പോൾ തെറ്റാനും സാധ്യത ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് പോകും. സോ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ നമ്പർ ചെക്ക് ചെയ്യാം, ഞാൻ എഴുതിയിട്ടുള്ളത് ശരിയല്ലേ എന്നുള്ള കാര്യങ്ങൾ. ഞാൻ അതേപോലെ തന്നെ ഫോമാറ്റ്സ് നോക്കുക. ഫോമൽ അല്ലേ ചോദിച്ചത്, അതിന് ഞാൻ ഫോമൽ തന്നെയല്ലേ എഴുതിയത്. ഇൻഫോർമൽ ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇൻഫോർമലിന്റെ അല്ലെ, ഇൻഫോർമൽ ലെറ്ററിന്റെ ഫോമാറ്റ് തന്നെയല്ലേ, ഇമെയിൽ തന്നെയാണോ ഞാൻ എഴുതിയത്, അത് ലെറ്റർ ആയി പോയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഫോമാറ്റ്സ് നിങ്ങൾ ചെക്ക് ചെയ്യുക. ആ സമയത്ത് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ചെക്ക് ചെയ്യുക, ദെൻ 1 വേർഡ് ആൻസേഴ്സ് കൃത്യമായിട്ട് നോക്കണം കേട്ടോ. കാരണം മറ്റേതൊക്കെ എന്താ വെച്ചാൽ നമ്മൾ ഏകദേശം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യും, പക്ഷെ 1 വേർഡിന്റെ പ്രത്യേകത എന്താ, കിട്ടിയാൽ ഒന്ന് കിട്ടി, പോയാൽ ഒന്ന് പോയി എന്നുള്ള രീതിയിൽ അല്ലെ. അപ്പൊ ഇങ്ങനെ കുറെ എണ്ണം തെറ്റിയാൽ നമ്മൾ പോലും വിചാരിക്കാതെ ഒരുപാട് മാർക്ക് പോവാൻ സാധ്യത ഉണ്ട് 1 വേർഡിന്റെ കേസുകൾ. സോ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ, 1 വേർഡ് ആൻസേഴ്സ് നിങ്ങൾ നോക്കുക, ശരി തന്നെയല്ല ഞാൻ എഴുതിയിട്ടുള്ളത് എന്നുള്ള അല്ലെ. കാരണം അവിടെ ഒരുപാടൊന്നും ആൻസേഴ്സ് ഇല്ലല്ലോ. അപ്പൊ കൃത്യമായിട്ട് തന്നെ അത് ചെക്ക് ചെയ്യാം. പിന്നെ എന്താ ശ്രദ്ധിക്കേണ്ടത്, എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തിട്ടില്ലേ എന്നുള്ള കാര്യം നോക്കുക. എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം, ഒന്നുപോലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഇംഗ്ലീഷ് എക്സാമിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ലൈവിലായിട്ടും അല്ലാതെയൊക്കെ നമ്മൾ വീഡിയോസിലൊക്കെ ആയിട്ട് ഫോമാറ്റ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഗ്രാമർ സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചാപ്റ്റേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കിട്ടി. ഇനി നാളെ നമ്മൾ എക്സാമിൽ ഈ കാര്യങ്ങളും കൂടി സെറ്റ് ആക്കിയാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ എഴുതാൻ വേണ്ടി പറ്റും. ഈ മോഡൽ എക്സാം നല്ലൊരു അവസരമായിട്ട് എടുക്കുക, നിങ്ങളെ മെച്ചപ്പെടുത്താനുള്ള ഏറ്റവും നല്ലൊരു അവസരമായിട്ട് തന്നെ ഇത് ഉപയോഗപ്പെടുത്തുക. യെസ്, നമ്മൾ ഉദ്ദേശിക്കുന്ന മാർക്ക് നമ്മൾ നേടുമെന്നുള്ളതാണ്. കാറ്റലിസ്റ്റ് കൂടെയുണ്ട്. സോ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താഴെ കോമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കൂ. സോ വിഷ് യു ആൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.